സിനു കേൾക്കുന്നുണ്ടോ? എന്ത്? ചെവി ഓർത്ത് നോക്കിയേ. ഇല്ല, കേൾക്കുന്നില്ല. എനിക്ക് കേൾക്കാം. എന്ത്? ഖമനേയി കരയുന്നു. ശബ്ദമൊന്നും പുറത്തു വരുന്നില്ല. അവിടെ ചീവീടുകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഇറാനിലെന്നാണ് കേൾക്കുന്നത്. അത് തുറകത്തിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ മാധ്യമങ്ങൾ, പടിഞ്ഞാറൻ മാധ്യമങ്ങളിലൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഖമനേയി അനുകൂല ഹമാസ് മാധ്യമങ്ങളാണുള്ളത്. ഖമനേയി കരയുകയാണ്. എന്തിന്? ഖമനേയി സിറിയ വീണു. ഖമനേയി ഖമനേയി വന്ന് കരയുന്ന നമ്മളൊരു കണ്ടില്ല കേട്ടോ. ഖമനേയിയുടെ പേരിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. അതെ, ഖമനേയി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റും അല്ല, ഒരു വാർത്താക്കുറിപ്പ് പ്രസ്താവന എഴുതി തയ്യാറാക്കി. ഖമനേയി ഇന്ന കാര്യങ്ങൾ പറഞ്ഞു. അന്നത്തെ എന്താ പറയാൻ വന്നേ? അന്ന് ഈ ഖമനേയി ഒരു വീഡിയോ സന്ദേശത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ്. പിന്നീട് ഇന്നുവരെ കണ്ടല്ലോ. അത് മറ്റേ ഇറാനിലെ ആക്രമണം ഇസ്രായേൽ നടത്തുന്നതിന് മുമ്പ്, ഒക്ടോബർ 27 മുമ്പ്, അതെ, ഒരു പള്ളിയിൽ നിൽക്കുന്ന പോലെ അത് സെറ്റ് ചെയ്തത്. അതിനുശേഷം ആണല്ലോ ഇസ്രായേൽ പിന്നെ കണ്ടിട്ടേ ഇല്ല നമ്മൾ. പിന്നെ മകനെ ആക്കുന്നു എന്നൊക്കെ കിട്ടും. ഇപ്പോൾ പറയുന്നത്, അദ്ദേഹം പറയുന്നത് സിറിയ അസദിനോട് പറഞ്ഞതാണ്, സയണിസ്റ്റുകളും അമേരിക്കയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്, നിന്നെ അട്ടിമറിക്കും. ഞങ്ങളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അറിയിച്ചു. അസദ് കൂട്ടാക്കിയില്ല, അസദ് വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് ഈ പതനം ഉണ്ടായത്. വലിയ നഷ്ടമാണ് ഇറാനുണ്ടായത്. അപ്പോൾ ഖമനേയി പറഞ്ഞത് ഇവർ കേട്ടില്ല. ഞങ്ങളുടെ ഇൻ്റലിജൻസ് റിപ്പോർട്ടായിരുന്നു, അമേരിക്കയും ഇസ്രായേലും സയണിസ്റ്റ് ഭരണകൂടം, അങ്ങനെയാണല്ലോ പറയുന്നത്, ജൂത ഭരണകൂടം, അവർ ചേർന്നിട്ട് അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. അത് എത്രയും പെട്ടെന്നൊരു അട്ടിമറി നീക്കം ഉണ്ടാവും, കരുതിയിരിക്കുക എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടും അസദ് കേട്ടില്ല. അതുകൊണ്ടാണ് വീണത്. പിന്നെ ഇത് ഒരു സംശയവുമില്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ HTS എന്ന് പറയുന്ന ഈ തീവ്രവാദ സംഘടന അങ്ങനെ സ്വമേധയാ വന്ന് അസദിൻ്റെ ഭരണകൂടത്തെ മറിച്ചിട്ടതല്ല. അത് കൃത്യമായി അമേരിക്ക, ഇസ്രയേൽ ആസൂത്രിത പദ്ധതിയാണ്. അവരുടെ സഹായത്തോടുകൂടി, സാമ്പത്തികവും സൈനികവുമായ സഹായത്തോടുകൂടിയാണ് സിറിയയെ അട്ടിമറിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധം നടന്നല്ലോ. ഇറാൻ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ ഇറാനെ പിന്തുണച്ച അപൂർവം ചില രാജ്യങ്ങളുണ്ട്. അപൂർവം രാജ്യങ്ങളെ ഇറാനെ പിന്തുണച്ചു. അക്കാലത്ത് സിറിയ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ദീർഘമായ ബന്ധം സിറിയയുമായി അമേരിക്കയ്ക്കുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, സിറിയയുടെ ഭരണം പോലും നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ ഇറാനായിരുന്നു. ഇറാൻ്റെ പ്രൊക്സികൾ പറയുന്നത് പോലെയായിരുന്നു ഇറാനിലെ ഭരണം നടന്നുകൊണ്ടിരുന്നത്, സിറിയയിൽ ഭരണം നടന്നുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഫലത്തിൽ ഒരു പ്രോക്സിയെ വെച്ചിട്ട് അയത്തുള്ള അലി ഖമനേയി സിറിയയും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിടെ 10% ഉള്ളൂ ഷിയകളിലെ തന്നെ ന്യൂനപക്ഷമായ അലവി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് അസദ്. അപ്പോൾ ഭൂരിപക്ഷം സുന്നികളാണ്. അപ്പോൾ ഭൂരിപക്ഷം വരുന്ന സുന്നികളെ 10% വരുന്ന ഷിയകൾ, ആ ഷിയകളിൽ തന്നെ വളരെ മൈനോറിറ്റി ആയിട്ടുള്ള അലവി വിഭാഗത്തിൽപ്പെട്ട ആളാണ് അസദ്. അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വലിയ നിർണായകമായ സ്വാധീനം അവർക്ക് ഈ 10%-ത്തിലൂടെ ഒരു രാജ്യം മുഴുവൻ ഭരിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഖമനേയിക്ക് പറ്റി. കാരണം ഖമനേയിയാണല്ലോ ആത്മീയ നേതാവ് ഷിയകളുടെ. അപ്പോൾ അതുകൊണ്ട് സ്വന്തം ഭരണകൂടം പോയതിന് തുല്യമായ വിഷമത്തിലാണ് ഖമനേയി പറയുന്നത്. ഇനിയിപ്പോൾ ഖമനേയി പറയുന്നത് മറ്റൊരാൾ, അമേരിക്കയും ഇസ്രായേലിനും മാത്രമല്ല, മറ്റൊരു കൂട്ടർ കൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. തുർക്കി, നമ്മുടെ ഒരു അയൽ രാജ്യം, എല്ലാ സഹായം ചെയ്തു. തുർക്കിയും സഹായിച്ചു, വൃത്തികെട്ടന്മാർ എന്നാണ് ഖമനേയി പറയുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത്, വളരെ ശ്രദ്ധേയമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഖമനേയിയുടെ ഈ പ്രസ്താവനയിലുണ്ട്. പ്രധാനപ്പെട്ട കാര്യം അത് ഞാൻ പറയാം. അതിനു മുമ്പ് പറയുകയാണ്, ഈ സ്ഥിതിയൊന്നും ഇനിയിപ്പോൾ സിറിയ തുടരില്ല. ഇപ്പോൾ ദമാസ്കസിൽ കുറച്ച് പേര് നൃത്തം ചവിട്ടുക, ആഘോഷം നടത്തുന്നു, ഒക്കെ ചെയ്യുകയാണ്. അതിനിടയ്ക്ക് മറ്റു ചിലർ വന്നിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ കയറുന്നു, ബോംബിടുന്നു, ടാങ്കുമായി വരുന്നു. ഇതെന്തൊരു മര്യാദകേടാണ്. ആരെക്കുറിച്ചാണ്? ഇസ്രായേലിനെ കുറിച്ചാണ്. ദമാസ്കസിലെ ജനങ്ങൾ നൃത്തം ചവിട്ടുന്നു, ആഘോഷിക്കുന്നു. അപ്പോൾ വേറെ ചിലർ മറ്റുള്ളവൻ്റെ വീട്ടിൽ കയറുന്ന പോലെ ടാങ്കുമായിട്ട് വന്ന് ഇങ്ങോട്ട് കയറി വരുന്നു. എവിടേക്ക്? സിറിയയിലേക്ക്. അപ്പോൾ സിറിയയിലേക്ക് ഇസ്രായേൽ കടന്നു കയറി, ഇസ്രായേൽ സിറിയയുടെ കുറേ തന്ത്രപ്രധാനമായ മേഖല പിടിച്ചെടുത്തു എന്നുള്ളത് ആര് സമ്മതിക്കുന്നു? ഖമനേയി സമ്മതിച്ചു. സിറിയ തോറ്റു, തനിക്ക് സ്വാധീനമുള്ള ഭരണകൂടം പോയി എന്ന് മാത്രമല്ല, ഇസ്രായേൽ അങ്ങോട്ട് ടാങ്കുമായി കയറി മറ്റുള്ളവൻ്റെ വീട്ടിൽ കയറി പിടിച്ചെടുക്കുന്നത് പോലെ പിടിച്ചെടുക്കുകയാണ് എന്ന് ഖമനേയി പറയുകയാണ്. അപ്പോൾ നിലവിളി നെഞ്ചത്തടിച്ച് കരയാണ്. എല്ലാം പോയേ, അതുകൂടാതെ അവൻ്റെ വീടും കൊണ്ടുപോയേ, മറ്റോ വന്ന് കൊണ്ടുപോയേ എന്നുള്ള നിലവിളിയാണ്. പക്ഷേ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത്, അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകരിൽ നല്ല ശതമാനം എതിർക്കും. പിന്നെ ഒരു പ്രായം ചെന്ന മനുഷ്യനല്ലേ, അദ്ദേഹം ഒന്ന് വിളിക്കാം, അവർക്കില്ലെങ്കിലും നമുക്കുണ്ടാവണമല്ലോ, ഇന്ന് അർഹതപ്പെട്ടതല്ലെങ്കിൽ പോലും. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഇറാനെക്കുറിച്ച്
മാധ്യമങ്ങളിൽ നിങ്ങൾ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കരുത്. നല്ല രാജ്യമാണല്ലോ, മുടി പുറത്ത് കാണിച്ച തല്ലിക്കൊല്ലും, കൂടത്തിന് തലക്കടിച്ചു കൊല്ലുന്ന രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം പറയുന്നത് അത് ഇറാനിലെ സ്ഥിതികൾ വല്ലാതെ മാറുകയാണ് എന്ന് അത് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അത് മനസ്സിലാക്കി ഇറാനിലെ ജനവികാരത്തിനൊപ്പം ഖമനയി പതുക്കെ നിലപാട് മാറ്റുന്നുണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് തുടർന്ന് ഖമനയി പറയുന്നത്. അതായത് സിറിയൻ നയത്തിൽ എന്ത് പിഴവ് പറ്റിയെന്ന് പരിശോധിക്കും. അപ്പം സ്വയം വിമർശനം നടത്തും, നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത്. അതുമാത്രമല്ല, അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇറാൻ്റെ സുരക്ഷയാണ് ഇനി ഏറ്റവും വലിയ പ്രധാനം. ഇറാൻ സുരക്ഷിതമായിട്ടിരിക്കണം. അതിനുവേണ്ടി ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, അതിനുവേണ്ടി വെസ്റ്റുമായി, പടിഞ്ഞാറൻ രാജ്യങ്ങളുമായി എന്നുവെച്ചാൽ അമേരിക്കയുമായിട്ട് അല്ലേ, റീകൺസിലിയേഷൻ നടത്തണോ, അതായത് അനുരഞ്ജനം നടത്തണോ, അതോ നമ്മൾ ആണവ ബോംബുണ്ടാക്കണം, അതിനെക്കുറിച്ച് ആലോചിക്കും. എന്ന് പറഞ്ഞാൽ ഇറാൻ ഏതാണ്ട് 60% എൻറിച്ച്ഡ് യുറേനിയം കൈവശം വെച്ചിരിക്കുന്നുവെന്ന് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ റിപ്പോർട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പോൾ അതുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അവർക്ക് 1-2 ബോംബുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ ബോംബുകൾ ഞങ്ങൾ ഉണ്ടാക്കണോ, അതോ വെസ്റ്റുമായി അനുരഞ്ജനം നടത്തണോ? അപ്പോൾ നോക്കൂ, ഇറാൻ എന്ന് പറയുന്ന രാജ്യം എത്രയോ വർഷങ്ങളായി 70-കൾ മുതൽ അമേരിക്കയുമായി ശീതസമരത്തിലാണ്. അമേരിക്കയിലെ എംബസിയിലെ ജീവനക്കാരെ ബന്ദികളാക്കി 1 വർഷത്തിലേറെ വെച്ചു. അമേരിക്കയുടെ ഉപരോധം കൊണ്ട് നടുപൊടിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ എക്കാലത്തും അമേരിക്ക ആണ് ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന രാജ്യമാണ് ഇറാൻ. സൗദി അറേബ്യയെക്കുറിച്ച് ഇവർ പറയുന്നത്, നിങ്ങൾ അള്ളാഹയുടെ കൽപ്പനകളല്ല നടപ്പാക്കുന്നത്, നിങ്ങൾ അമേരിക്കയുടെ കൽപ്പനയാണ് നടപ്പാക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ കാഫിറാണ് എന്ന് പറയുന്ന രാജ്യമാണ് ഇറാൻ. ഞങ്ങളാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞ് സൗദി അറേബ്യയെ അവർ ലോക ഇസ്ലാമിൻ്റെ പ്രതിപുരുഷന്മാരായി സൗദിയിലെ രാജാക്കന്മാർ മാറുന്നതിന് വല്ലാത്ത അസൂയല്ല അസഹിഷ്ണുതയോടെ കാണുന്ന രാജ്യമാണ് ഇറാൻ. കാരണം അവർ സുന്നികളാണല്ലോ, ഷിയയാണ് ശരി എന്ന് പറയുകയും നിങ്ങളല്ല, അയത്തുള്ള അലി ഖമനയി അല്ലെങ്കിൽ അയത്തുള്ളമാരാണ്, അയത്തുള്ളയാണല്ലോ പദവി, അയത്തുള്ളമാരാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ പ്രതിപുരുഷന്മാരെന്ന് പറയുന്നവരാണ് ഇറാനിലെ ഈ ഖമനയി, ഇപ്പോഴത്തെ ഖമനയി. അപ്പോൾ അവർ പറയുന്നു, ആദ്യമായിട്ട് പറയുകയാണ് പടിഞ്ഞാറുമായിട്ട് അനുരഞ്ജനം വേണോ. നോക്കൂ, അങ്ങനൊരു വാക്ക് ഇറാൻ്റെ നിഘണ്ടുവിലില്ല. അമേരിക്കയെ തകർത്ത് കളയും, അമേരിക്കയെ പാഠം പഠിപ്പിക്കും എന്നൊക്കെ ഇന്നാളും പറഞ്ഞു, നിങ്ങളുടെ കടലിൽ കിടക്കുന്ന കപ്പലുകളൊക്കെ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കുന്നില്ലേ. ഡ്രോണുകൾ നേരിട്ടിരിക്കുകയാണ്, അതിന് മുകളിൽ ഡ്രോൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഖമനയി ചേട്ടൻ ഇപ്പോൾ പറയുകയാണ്, നിങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ ആലോചിക്കും അനുരഞ്ജനം വേണോ അതോ ബോംബ് ഉണ്ടാക്കണോ. ഇവർ 2 ബോംബ് ഉണ്ടാക്കിയാൽ 500 എണ്ണം കൊണ്ടുവന്ന് അമേരിക്ക ഇടും അല്ലേ. 2 എണ്ണം ഉണ്ടാക്കാനുള്ള സാമാനം കയ്യിലുള്ളൂ. അത് വെച്ചിട്ട് പറയണേ 2 ബോംബ് നമ്മൾ ഉണ്ടാക്കണോ, അമേരിക്കയായിട്ട് അനുരഞ്ജനത്തിന് പോകണോ. അപ്പോൾ സിറിയ എന്ന് പറയുന്ന രാജ്യം ഇല്ലാതായി പോയത് കണ്ട് പേടിച്ചു അല്ലേ. അപ്പോൾ അതെ, മടുത്തു അല്ലേ, വയ്യാതായി. ആശാന് വയ്യ എന്നുള്ളത് അറിയാം, ആ മകനെ ഏൽപ്പിക്കാൻ പോവാണ്, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. അറിയില്ല ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല, ആരും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഖമനയി ഇപ്പോഴും ഉണ്ടെങ്കിൽ വല്ലാത്ത അവസ്ഥയിലാണ്, പുറത്തു വരുന്നില്ല. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടാണ് ഈ നമുക്കിനി അനുരഞ്ജനത്തിൻ്റെ പാതയിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത് ഖമനയി പറയുന്നത്. അപ്പോൾ വല്ലാതെ ഭയക്കുന്നുണ്ട്, വല്ലാതെ ഭയം വരുന്നു, വല്ലാതെ ക്ഷീണിക്കുന്നു. നോക്കൂ, ഹിസ്ബുള്ള തീർന്നു അല്ലേ, ലെബനോണിലെ കച്ചവടം തീർന്നു, ഇറാൻ കയറി അടിച്ചിട്ട് ആണവ കേന്ദ്രങ്ങൾ തകർന്നു, മിസൈൽ ഉണ്ടാക്കുന്ന സംവിധാനം തീർന്നു, വ്യോമ പ്രതിരോധം തകർന്നു, S-300 ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അതുപോയി. ഇപ്പോൾ ഇറാഖിലുള്ള ഷിയ മിലിഷ്യയെ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാമെന്ന് പറഞ്ഞ് അത് കേട്ടപാടെ അവന്മാർ നാടുവിട്ടുപോയി. അപ്പോൾ അങ്ങനെ വളരെ നിരാലംബമായി നിസ്സഹായമായി നിൽക്കുകയാണ് ഇറാൻ എന്ന് പറയാതെ സമ്മതിക്കുകയാണ് ഖമനയിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ അതിനെ നിലവിളി എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ നോക്കൂ, വല്ലാത്തൊരു പ്രിവിലേജ് ആയിരുന്നു സിറിയ ഉണ്ടായിരുന്നു. സിറിയയിൽ നിന്ന് പല ഓപ്പറേഷൻസ് പലയിടത്തേക്കും പല പരിപാടികളൊക്കെ നടത്തായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ HDS വന്നു അല്ലേ, അവരുമായിട്ടൊരു ബന്ധവുമില്ല, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അവർക്ക് വല്ലതും ബന്ധമുണ്ടെങ്കിൽ തുർക്കിയായിട്ടാണുള്ളത്. പിന്നെ ഇപ്പം ഖമനയി തന്നെ പറയുന്നു അമേരിക്കയും ഇസ്രായേലുമാണ് ഇവരുടെ പിന്നിലെന്ന്. ഇനിയിപ്പോൾ നോക്കുക, അതിനിടയ്ക്ക് വലിയൊരു സംഭവം ഉണ്ടായി. ഈ ഹമാസിൻ്റെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഖത്തറായിരുന്നല്ലോ. ഖത്തർ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഖത്തർ അസദിൻ്റെ കാലത്ത് ഒരിക്കലും ഖത്തർ സിറിയയിൽ എംബസി തുറന്നിരുന്നില്ല, ഇപ്പോൾ എംബസി തുറക്കാൻ പോവാ. അസദ് പോയതോടി ഖത്തർ എംബസി സിറിയയിൽ വരാൻ പോകുന്നു. അപ്പോൾ ഈ പലസ്തീനിലെ നേതാക്കളെയാണല്ലോ ഇവർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇറാൻ. ഇറാൻ്റെ പ്രോക്സി ആയിരുന്നു, ഇറാൻ്റെ ആഗ്രഹത്തിനനുസരിച്ചായിരുന്നു
സിറിയയിൽ ഭരണം നടന്നുകൊണ്ടിരുന്നത്. സിറിയയിൽ അസദ് വീണപ്പോണ്ടല്ലോ പാലസ്തീനിലെ നേതാക്കന്മാർ അതിനെ സ്വാഗതം ചെയ്തു. പലസ്തീൻ നേതാക്കൾ ഇറാന്റെ ചോറും കാശും മേടിച്ചുകൊണ്ടിരുന്നവരാ. അവർ ഇറാന്റെ പാവഭരണകൂടം വീണപ്പോൾ അവരതിനെ വെൽക്കം ചെയ്തു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ വല്ലാതെ പുള്ളിക്ക് ക്ഷീണമാണ്. ഇപ്പോൾ പുള്ളി ഇപ്പോൾ പറയുന്നൊരു കാര്യം, ആ സിറിയയിൽ ദമാസ്കസിനടുത്തൊരു ഷിയ പള്ളിയുണ്ട്, സൈനാബ് മോസ്ക്, അതൊന്ന് സംരക്ഷിക്കണം. അത് നിസ്സഹായനായിട്ട് കരഞ്ഞ് കാല് പിടിക്കാൻ പറയുകയാണ്, സൈനാബ് മോസ്ക് സംരക്ഷിക്കണം. അത് വളരെ പൗരാണികമായ ഒരു ഷിയ പള്ളിയാണ്, അതിന് തകർക്കും. കാരണം ഇപ്പോൾ പിടിച്ചിരിക്കുന്ന HDS സുന്നികളാണ്. അപ്പോൾ മിക്കവാറും സുന്നികൾ ചെയ്യാൻ പോകുന്ന പണി ഈ ഷിയ തലവൻ അറിയാം. അപ്പോൾ ഇത് നിലവിളി തുടങ്ങുകയാണേ, വല്ലാതെ നിലവിളിക്കുകയാണ്. ഖമനയി നിലവിളിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞ വെറുതെ അല്ല. കാരണം അനുരഞ്ജനത്തിൻ്റെ കാര്യം പറയുന്നു, ഞങ്ങൾ പറഞ്ഞത് അവൻ കേട്ടില്ലെന്ന് പറയുന്നു, തുർക്കി പറ്റിച്ചളിയാന്ന് പറയുന്നു, ഇപ്പോൾ ആ പള്ളിയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ നിലവിളിയോട് നിലവിളിയാണ് ഖമനയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൂടാതെ ഇപ്പോൾ അവിടെ നടക്കുന്നതെന്നറിയാമോ, വളരെ വല്ലാത്തൊരു ചർച്ച സോഷ്യൽ മീഡിയയിലും അവിടുത്തെ പത്രങ്ങളിലും ചർച്ച നടക്കുകയാണ്. അതായത് സിറിയയ്ക്ക് വേണ്ടി ഇറാൻ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. സിറിയയിൽ സൈനികമായും അവിടെ മതഭരണകൂടം നടത്താൻ വേണ്ടി. ആ നിക്ഷേപം ഫലവത്തായോ എന്നുള്ള ചർച്ച ഇറാനിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ആരാണ് നിക്ഷേപം നടത്തിയത്? ഇറാൻ എന്ന് പറഞ്ഞാൽ ഖമനയുടെ നിർദ്ദേശപ്രകാരം. അപ്പോൾ 40 ബില്യൺ വരെ കൊടുത്തിട്ടുണ്ട് വായ്പയായിട്ട്. അത് തിരിച്ചു കിട്ടുമോ എന്നാണ് മാധ്യമങ്ങളിൽ ചോദ്യം. 40 ബില്യൺ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണ്. അതായത് ആ രാജ്യത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കേണ്ട പണം. അതായത് ഇറാൻ ഉപരോധം കൊണ്ട് നട്ടം തിരികെയാണ്. അവരുടെ പ്രസിഡന്റിന് സഞ്ചരിക്കാനായിട്ടൊരു വിമാനം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് 6 കാളവണ്ടി യുദ്ധത്തിലെ ഹെലികോപ്റ്ററിൽ പോയിട്ട് അയാൾ ചത്തുപോയത്. അപ്പോൾ അതിനിടയ്ക്കാണ് $40 ബില്യൺ തീവ്രവാദ സർക്കാരിനെ അവിടെ നിലനിർത്താൻ വേണ്ടി സിറിയയ്ക്ക് ആര് കൊടുത്തു? ഇറാൻ കൊടുത്തു. അത് തിരിച്ചു കിട്ടുമോ? ഭരണം മാറിയില്ലേ, എവിടുന്ന് തിരിച്ചിട്ടാണ്? അതിനെക്കുറിച്ചൊക്കെ അവിടെ ഇറാൻ മാധ്യമങ്ങളിൽ വലിയ ചർച്ച നടക്കുന്നു. അവിടെ ഉണ്ടല്ലോ ഈ ഇറാൻ വിചാരിക്കുന്നത് പോലെ എന്തും നടത്താവുന്ന രാജ്യമാണ് സിറിയ എന്നതുകൊണ്ട് അവിടുത്തെ ചില ആശാന്മാർ അവിടെ വലിയ തോതിൽ കാർ ഫാക്ടറി തുടങ്ങാനൊക്കെ നിക്ഷേപം നടത്തി. അവരിപ്പോൾ നെഞ്ചത്തടിച്ച് കരയാണ്. ഭരണം പോയി, കാർ പോയിട്ട് ടയർ പോയിട്ട് ഒരു ടയർ പോലും കിട്ടാത്ത അവസ്ഥയായി. ആ നിക്ഷേപം എന്ത് ചെയ്യും? അങ്ങനെ വല്ലാത്ത സാമ്പത്തികമായ ഒരു അരാജകത്വം, അതിൽ സർക്കാർ എടുത്ത നിലപാടുകൾ തെറ്റാണെന്നുള്ള ചർച്ച സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഇറാനിൽ നടക്കുന്നു. അപ്പം മതരാഷ്ട്രമാക്കാൻ ശ്രമിച്ച ആളുകൾ തെറ്റായ നിലപാടെടുത്തെന്ന് സാധാരണക്കാർ തിരിച്ചറിയുന്നു. അത് ഖമനയി ഭരണകൂടത്തിൻ്റെ അടികളക്കാൻ പോകുന്നൊരു ചർച്ചയാണ് അല്ലേ. ഇത്രയും വലിയ മാത്രമല്ല, സിറിയയിൽ നിന്ന് 10,000 ഇറാൻകാർ ഓടി അതിർത്തി ചാടി ഇറാനിലേക്ക് തിരിച്ചു പോകുന്നു. അവിടെ നിൽക്കാൻ പേടി. കാരണം സുന്നി ഭരണകൂടം വന്നു, ഷിയകളാണെന്നും പറഞ്ഞ് ഇവർ 10% ഷിയകൾ, ഞങ്ങൾ ഷിയ എന്നും പറഞ്ഞ് അവിടുത്തെ പാവപ്പെട്ട സുന്നിയുടെയൊക്കെ നെഞ്ചത്ത് കയറിയിരിക്കുമായിരുന്നു. ഇപ്പോൾ സുന്നികളുടെ ഭരണം വന്നു. ഇവർ ഈ ഇറാൻകാരുടെ മൂട്ടിക്കൊണ്ട് പടക്കം പൊട്ടിക്കും. അതുകൊണ്ട് ഇവന്മാരെല്ലാം മതിലയാടി സിറിയയിൽ നിന്ന് ഇറാനിലേക്ക് തിരിച്ചുപോയി. പിന്നെ വലിയൊരു അവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ടേ, നമ്മുടെ ഈ സിറിയയിൽ പട്ടാളമുണ്ട്, ഇസ്രായേൽ വന്നപ്പോൾ സിറിയൻ പട്ടാളത്തെ കണ്ടില്ല, ആരെയും കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെ അവർ ചെയ്യും? ഞെട്ടരുത്. സിറിയൻ പട്ടാളത്തിന് കൊടുത്തുകൊണ്ടിരുന്ന ശമ്പളം എത്രയെന്നറിയോ? ഇറാൻ പത്രങ്ങൾ പറയുകയാണ് $16-17 $1 എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ്? 80 രൂപ കൂട്ടും അല്ലേ? ഇനി 100 രൂപ കൂട്ട്. $17 ശമ്പളം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16,000 രൂപ. 16,000 ഉണ്ടോ? $100 ഒരു 100 രൂപയല്ലേ? 1,700 രൂപ അല്ലേ? അത്രയും ശമ്പളത്തിലാണ് അടിമകളെ പോലെ അവരെങ്ങനെ യുദ്ധം ചെയ്യാൻ പോകും? അപ്പോൾ ഇറാൻ പത്രങ്ങൾ പറയുകയാണ് ഈ $16-17 കൊടുത്ത 3 ദിവസം ഭക്ഷണം കഴിക്കാൻ തികയത്തില്ല. പിന്നെ എങ്ങനെ അവർ യുദ്ധം ചെയ്യും? HDS ജയിച്ച അങ്ങനെയാണ്. അപ്പോൾ ഇറാൻ അതുകൊണ്ടാണ് അവർ പിൻവാങ്ങിയത്. എന്തിനു വെടിയുണ്ട്? ഞങ്ങളെന്തിനാ ചാവുന്നത്? $16-17 കിട്ടി ശമ്പളം കിട്ടിയിട്ട് എങ്ങനെ ജീവിക്കാനാണ് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ എന്നിട്ട് പറഞ്ഞു, ഇറാനിലെ മാധ്യമങ്ങൾ എഴുതുകയാണ്, ഒറ്റയാഴ്ച കൊണ്ട് ഇറാൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ പുകയായി പോയെന്ന്. ഒറ്റയാഴ്ച കൊണ്ട്. ശരിയല്ലേ? ഒറ്റയാഴ്ച അങ്ങോട്ട് തീർന്നപ്പോഴത്തേക്ക് ഭരണകൂടം വീണു. ഒറ്റയാഴ്ച കൊണ്ട് ഇറാൻ്റെ സ്വപ്നങ്ങളെല്ലാം വെറും ഫ്യൂംസ് ആയിപ്പോയി, സ്മോക്കായി പോയി എന്നാണ് ഇറാനിലെ പത്രങ്ങൾ പറയുന്നത്. നോക്കൂ, ഇത് ഇറാനിലെ പത്രങ്ങളാണ്. ഖമനേയിയുടെ ഭീകര ഭരണകൂടമുള്ള ജനാധിപത്യ വിരുദ്ധത കാണിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇറാനിലുള്ള. അവിടുത്തെ പത്രങ്ങളാണ് ഈ പറയുന്നത്. അവർക്ക് ധൈര്യം വന്നു. ഖമനേയി ക്ഷീണിച്ചു, ഇറാൻ ക്ഷീണിച്ചു എന്ന് ബോധ്യം വന്നപ്പോൾ പതുക്കെ അവിടുത്തെ പത്രങ്ങൾ സർക്കാരിനെതിരെ വിമർശിക്കുകയാണ്. അപ്പോൾ ഇത്
വലിയൊരു മാറ്റമാണ്. അപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ ഞാൻ പറഞ്ഞില്ല, സിറിയ സഹായിച്ചതാണ്. എന്തൊക്കെയാണെങ്കിലും ഇറാനെ സംബന്ധിച്ച് വല്ലാത്ത ദയനീയാവസ്ഥയിലേക്ക് ഇറാൻ വീണിരിക്കുന്നു. യുദ്ധം ഒക്ടോബർ 27-നാണ് അല്ലേ ഇസ്രായേൽ തിരിച്ച് ഒക്ടോബർ കഴിഞ്ഞു, നവംബർ 27, ഡിസംബർ 27 ആയിട്ടില്ല. അതിനു മുമ്പ് ഒരു യുദ്ധമില്ലാതെ ഇതുവരെ കാട്ടിക്കൂട്ടിയ പ്രവൃത്തിയുടെ ഫലം ഖമനയിയെ കരയിക്കുകയാണ്. 11 ദിവസം കൊണ്ട് ഒരു സർക്കാരിനെ വീഴ്ച അല്ലേ? അപ്പോൾ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് എന്തൊരു പങ്കായിരിക്കും? പങ്കാണെന്ന് ഖമനയി പറയുന്നു. അല്ല, ഞാൻ പറയുന്നത് ഇതോട് വീണപ്പോൾ ഇത്രയും ദയനീയമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഖമനയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളൂ. ഭീഷണിയായിരുന്നു, തകർത്തുകളയും തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ ആളുകളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളിനി എന്താണ് ചെയ്യേണ്ടത്? അവരോട് അനുരഞ്ജനത്തിന്, സന്ധി സംഭാഷണത്തിന് പോകണോ അതോ ബോംബുണ്ടാക്കണോ എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും. ഖമനയി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും 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 കരയാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.